ഈ ക്രിസ്മസിന് കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക്. അതിനായിട്ട് 150 ഗ്രാം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ട് പൾസ് മോഡിലൊന്ന് 2-3 പ്രാവശ്യം കറക്കിയെടുക്കാം. ഒരുപാട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി കാരമൽ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് പാനിൽ 1/2 കപ്പ് പഞ്ചസാര ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് അനക്കാനൊന്നും നിൽക്കേണ്ട. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അത് ഇതുപോലെ അലിഞ്ഞ് വരും. ആ ഒരു സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ മാത്രം ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് സാധാരണ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതുപോലെ കട്ട പിടിച്ചിരിക്കും. അത് കുറച്ച് സമയം ഇളക്കി കഴിയുമ്പോഴേക്ക് നല്ലപോലെ തന്നെ യോജിച്ച് വന്നോളും. ഇതുപോലെ നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു അരച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഡേറ്റ്സും കാരമൽ സിറപ്പൊക്കെ നന്നായിട്ട് യോജിച്ച് ഈ ഒരു പാകത്തിനായിട്ട് വരും. ഒരു കുറുകിയ പാകത്തിനായി വരുന്നത് വരെ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. വീണ്ടും മിക്സറിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് 30 സെക്കൻഡ് ഹൈ സ്പീഡിൽ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 3 ഗ്രാമ്പും ഇട്ട് വീണ്ടും 30 സെക്കൻഡ് ഹൈ സ്പീഡിൽ കറക്കിയെടുത്തതിന് ശേഷം 1/2 കപ്പ് റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് ലോ സ്പീഡിൽ വേണം കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയും കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കറക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലാസ്റ്റ് പൊടികൾ ചേർത്താൽ മതിയാകും. ഈ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന കൂട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡേറ്റ്സ് കാരമൽ സിറപ്പിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നതിന് ശേഷം അതിലേക്ക് ചേർത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ചെയ്യരുത്. കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ കൂട്ട് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഏത് ടിന്നിലാണോ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു ടിന്ന് എണ്ണ തടവി ഞാൻ ഇതുപോലെ ബട്ടർ പേപ്പർ താഴെ മാത്രം ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൈഡിലും ലൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതാകും കൂടുതൽ ബെറ്റർ. ഇനി ഇതിലേക്ക് നമ്മളുടെ കൂട്ട് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് മാറ്റാനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം 2-3 പ്രാവശ്യം നല്ലപോലെ തന്നെ ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓവനൊന്നും ഇല്ലാതെ ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ വലിയൊരു അലുമിനിയം പാത്രത്തിലേക്ക് ഉപ്പും ഒരു സ്റ്റാൻഡും വെച്ച് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം നല്ലപോലെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവൻ സെറ്റപ്പിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. ആദ്യത്തെ 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നത്തെ 25 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പാകത്തിന് റെഡിയായി കിട്ടും. ഇത് ഡേറ്റ്സ് കേക്ക് ആയതുകൊണ്ടാണ് ഇത്രയും സമയം ബേക്ക് ചെയ്തെടുക്കേണ്ടി വരുന്നത്. ഇതിപ്പോൾ നോക്കൂ, പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷമാണ് ഇവിടെ പാത്രത്തിൽ നിന്നും ഡിമോൾഡ് ചെയ്ത് എടുത്തിരിക്കുന്നത്. താഴെ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നു. നിങ്ങൾ അരികുകളിലും ബട്ടർ പേപ്പർ വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാതെ നമുക്ക് ഡിമോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഇതിനി കട്ട് ചെയ്ത് നോക്കാം. നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡേറ്റ്സ് കേക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്.